വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം അബ്രാമിനും സാറായിക്കും പുത്രഭാഗ്യമുണ്ടെന്ന് അനുഗ്രഹം നൽകിയിട്ടും ദൈവത്തിൻ്റെ സമയത്തിന് കാത്തു നിൽക്കാതെ സാറായി തൻ്റെ ഭർത്താവിനോട് ഈജിപ്തുകാരിയായ വേലക്കാരിയിലൂടെ പുത്രജന്മം നേടാൻ അവസരമൊരുക്കിയത് ദൈവേഷ്ടത്തിനെതിരായിരുന്നു. അബ്രാം ചെയ്ത രണ്ടാമത്തെ തെറ്റായിരുന്നു ഇത്. ഹാഗാറിൽ അബ്രാമിന് ഒരു പുത്രൻ ജനിച്ചു. ഹാഗാർ പ്രസവിച്ച മകന് അബ്രാം ഇസ്മയേൽ എന്ന് പേരിട്ടു. ഉൽപ്പത്തി 16:15 ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. നീ സന്താനപുഷ്ടിയുള്ളവനാകും. നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും. രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. ഉൽപ്പത്തി 17:4-7 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം അബ്രഹാത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഉൽപ്പത്തി 17:15 സോദോം ഗോമോറയിലെ ഗുരുതര പ്രകൃതിവിരുദ്ധ പാപങ്ങൾ മൂലം അവിടത്തെ നശിപ്പിക്കാൻ ഒരുങ്ങിയ ദൈവത്തോട് അബ്രഹാം ചോദിക്കുന്നു, ദുഷ്ടരോടൊപ്പം നീതിമാന്മാരെയും നശിപ്പിക്കുമോ? ഈ ചോദ്യോത്തരങ്ങളിൽ അവസാനം ദൈവം മറുപടി നൽകുന്നു. അവൻ പറഞ്ഞു, കർത്താവെ, കോപിക്കരുതേ, ഒരു തവണ മാത്രം ഞാൻ സംസാരിക്കട്ടെ. 10 നീതിമാന്മാരെ അവിടെയുള്ളൂവെങ്കിലോ? അവിടുന്ന് അരുളി ചെയ്തു, ആ 10 പേരെ പ്രതി ഞാൻ അവിടം നശിപ്പിക്കുകയില്ല. ഉൽപ്പത്തി 18:32 പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണത